തിരിച്ച് അടുത്ത സ്ഥലം പിടിക്കാൻ കേട്ടോ. നമുക്ക് ഇംഫാൽ പോയിട്ട് അവിടെ നിന്ന് ഉക്രൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ നമ്മളെ ബ്രദേഴ്സിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അവർ രാവിലെ വിളിച്ചിട്ട് ഒന്ന് കാണാന്ന് പറഞ്ഞു, കണ്ടു. ഇന്നലെ അവർ ഡ്യൂട്ടിയിലായതുകൊണ്ട് പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അവരത് ജസ്റ്റ് ഒന്ന് കണ്ട് രാവിലെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാഗിയിൽ ഉണ്ടാക്കി പാർസൽ തന്നു വിട്ടു. ഇന്നലെ ചോറും കറിയും തന്നു. ഒന്ന് പറയട്ടെ ബ്രോ, ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ ഇപ്പം തിരിച്ച് ഇംഫാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് സന്തോഷമായി അവരെ കണ്ടതുകൊണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനെ കിട്ടുന്ന ഒരു ഫീലാണ്. ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നമുക്ക് അറിയുന്ന ഒരാളെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണ്ടായി. എന്തായാലും എന്താ പറയുക, ഒന്നും പറയാനില്ല, സന്തോഷം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ സൊറ എന്ന് പറഞ്ഞൊരു വില്ലേജിലല്ല കേട്ടോ, അവിടെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ കേട്ടോ. ഞാൻ ജസ്റ്റ് അവരെ കണ്ടു, പിന്നെ സോറ സംസാരിച്ചു, ഒരു ബൈയൊക്കെ പറഞ്ഞിട്ട് വന്നു കേട്ടോ. എന്തായാലും നല്ല 2 ബ്രദേഴ്സ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാമെന്ന്. ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഖോഞ്ചോം വാർ മെമ്മോറിയൽ കേട്ടോ. 1891 വാറിൽ ആ സമയത്ത് അതിന് വേണ്ടി ഒരു മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയ കേട്ടോ. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം. മെമ്മോറിയലിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ആ ഒരു സംഭവമാണ് ഉള്ളത്. ഇത് എന്തുണ്ട്, വേൾഡിലെ ഹയസ്റ്റ് അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ, അവിടെ ബോർഡ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് 50 റുപ്യ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എൻട്രി ഫീ, വേറെ വണ്ടിക്ക് വേറെ ഒന്നുമില്ല. എന്തായാലും കറക്കി പിന്നെ ജസ്റ്റ് മെമ്മോറിയൽ പോയി നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് തോന്നുന്നു, കയറി നോക്കാം. വണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി 2 പ്രതിമകളുണ്ട്. അപ്പോൾ ജസ്റ്റ് അകത്തോട്ട് കയറി നോക്കട്ടോ. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ലേക്ക് സെറ്റപ്പൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ നടുക്കേ കൂടെ വേണം കയറിപ്പോവാൻ. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഫോണെല്ലാം ഒരു ദൂരത്തുനിന്ന് കണ്ട പോലെയല്ല, ഇവിടെ ചെറിയ ലേക്കിൻ്റെ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം ചൂടാട്ടോ. ഞാൻ വന്ന സമയത്ത് വലിയ ചൂടുണ്ടായില്ല, തണുപ്പായിരുന്നു കുറച്ച്. പക്ഷെ ഇപ്പം അത്യാവശ്യം ചൂടാണ്, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ ചൂടൊന്നുമില്ല, ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. ഇതിപ്പം ഓരോ ഭാഗത്തെല്ലാം കുറച്ച് പിന്നെ തണുപ്പുണ്ട്. പക്ഷെ ഇങ്ങോട്ടെത്തുമ്പോൾ തോറും കുറച്ച് ചൂടായി വരും. അധികം ആൾക്കാരൊന്നും വരാത്തൊരു ഏരിയ എന്ന് തോന്നട്ടോ, ഒക്കെ തോന്നുന്നു. കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. കയറി നോക്കാം. ഇവിടെ കുറേ കോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. The shells have landed in our midset while ours cannot reach their line. Oh my countrymen, let's not die. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം മേളെത്തിണ്ട് കേട്ടോ. എന്താണ് വന്ന വഴി വണ്ടി അവിടെ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, അതാണ് മെയിൻ റോഡ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മുറേ, റൈറ്റിലേക്ക് ഇംഫാൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഓ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാല്ലേ. സംഭവം കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളത്. ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ ഇനോഗ്രേഷൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. 2016 പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്ത കേട്ടോ. ഖോഞ്ചോം വാർ മെമ്മോറിയൽ കൊള്ളാം. ആൾക്കാരൊന്നുമില്ല കേട്ടോ. ആകെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന 2 ചെക്കന്മാർ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെ വണ്ടി കൊണ്ട് ഇങ്ങനെ വരാൻ പറ്റും കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്. ഇവിടെ നല്ല വ്യൂ എല്ലാം നല്ല രസമുണ്ട്. ഈവനിങ് എല്ലാം നല്ല കുറച്ച് അടിപൊളിയായിരിക്കും. സ്കൈയും കാര്യങ്ങളും എല്ലാം കൂടി നല്ല ഭംഗിയുണ്ട്.
ഇങ്ങനെയുണ്ട് സാധനം. വണ്ടി വേണമെങ്കിൽ എനിക്ക് ഒന്ന് ഇടം വരെ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നുണ്ട്. കറങ്ങി ഞാൻ പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ വന്നേട്ടാ. കുറച്ച് നടക്കാൻ എപ്പം നല്ലതാണ്, കാരണം ഫുൾ ടൈം വണ്ടിയിൽ ഇരിപ്പായതുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ നടക്കും. ഇതിലിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇത്രയുള്ളൂ കാണാൻ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ താഴെ സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ തുറക്കുന്നുള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ ആശാനെടുത്ത് നിരത്തുന്നേ ഉള്ളൂ. സമയം കുറേ ആയി, ഉറങ്ങിപ്പോയി തോന്നും. സോ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ആവാം. അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ഓടുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒന്നാമത് കറുത്ത ടീഷർട്ടും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല കുളിക്കാനൊരു വാട്ടർഫാളാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നിന്ന് കുളിക്കണം ആഗ്രഹമുണ്ട്. ബട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. നാഗാലാൻഡെല്ലാം അത്യാവശ്യം ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. പോയി നോക്കാം, എന്തായാലും കുഴപ്പമില്ല. കാരണം നമ്മളെ ഇവിടെയുള്ള മിലിറ്ററി നമ്മളെ ബ്രദേഴ്സിനെ കണ്ട സമയത്ത് അവരെ കോൺവേ എല്ലാം ഇവിടെ സ്റ്റക്കായി കിടക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പോയി നോക്കാം. നല്ല രസമില്ലേ നടക്കുന്ന സ്ഥലമൊക്കെ കാണാൻ നോക്കിയേ. ഇത്രയും ടൈലുണ്ടെങ്കിൽ നമ്മളെ വീടെല്ലാം നല്ല സെറ്റാക്കായിരുന്നു കേട്ടോ. കൊള്ളാം. നമ്മളെ ചേട്ടന്മാരിതാ രാവിലെ തന്നെ മാഗി എല്ലാം ആക്കിയിട്ട് പാത്രത്തിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇന്നലെ തന്ന പേരക്ക എന്തൊക്കെയാ തന്നത് എനിക്കറിയില്ല. എന്തൊക്കെയോ തന്ന് 2 പാക്കറ്റ് പാല് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ വാർ മെമ്മോറിയലിൽ നിന്ന് എക്സിറ്റ് അടിക്കും കേട്ടോ. കൊഞ്ചും വാർ മെമ്മോറിയൽ 1891. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് അടിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കണം, ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ബൈ.